ഞങ്ങളെ ഇവിടെ നിന്നും രക്ഷിക്കൂ എന്ന പുസ്തകത്തിൽ നിന്നും 10-ാം അധ്യായം. സഭയുടെ പഠനങ്ങളും സുവിശേഷവും. സഭാചരിത്രത്തിൽ ഏറ്റവും അധികം ശക്തമായി ശുദ്ധീകരണ ആത്മാക്കളെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയിട്ടുള്ളത് ആരാണെന്നാണ് താങ്കൾ കരുതുന്നത്? ഈശോ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ അവിടുന്ന് പറയുന്നു, അവസാനത്തെ ചില്ലിക്കാശ് കൊടുക്കുന്നതുവരെ നിങ്ങൾ അവിടെ നിന്ന് പുറത്തു വരികയില്ല. അവിടെ എന്നുദ്ദേശിക്കുന്നത് പാപം എന്നതാണ്. പിന്നെ അല്പം കൂടി മുന്നോട്ട് ചെല്ലുമ്പോൾ പരിശുദ്ധാത്മാവിനെതിരായ പാപത്തെക്കുറിച്ച് അവിടുന്ന് പറയുന്നു. ആ ഒരു പാപം പരിശുദ്ധാത്മാവിനെതിരായത് മാത്രം ക്ഷമിക്കപ്പെടുകയില്ല. ഈ ലോകത്തിലോ വരാനിരിക്കുന്ന ലോകത്തിൽ പാപങ്ങൾ ക്ഷമിക്കപ്പെടുമെന്ന്. കാരണം നരകം അവസാനമാണ്. സ്വർഗമാകട്ടെ പാപങ്ങളോ പാപഫലങ്ങൾ ഒട്ടുമില്ലാത്ത അടുത്ത ലോകം. ഇതിനിടയിലാണ് വളരെ കാലമായി നാം അറിയുന്ന ശുദ്ധീകരണ സ്ഥലം. മറ്റൊരു വ്യക്തിയെപ്പറ്റി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പയസ് 10-ാം പാപ്പയാണ്. വളരെ മഹാനായി പലരും അദ്ദേഹത്തെ കാണുന്നു. അദ്ദേഹത്തിന്റെ കാലത്ത് പലതും നവീകരിക്കാനുള്ള ശ്രമം ചിലരെല്ലാം നടത്തി. എന്നാൽ അദ്ദേഹം അതെല്ലാം പാടെ നിരാകരിച്ചു. പിന്നെ വിശുദ്ധ അഗസ്റ്റിൻ, വിശുദ്ധ തോമസ് അക്വിനാസ്, വിശുദ്ധ ബ്രിജിറ്റ് എന്നിങ്ങനെ അനേകരുണ്ട്. വിശുദ്ധ പാദ്രെ പിയോ, തെരേസ ന്യൂമാൻ, ആഴ്സിലെ വിശുദ്ധ വിയാനി, കാർഡിനൽ ജൂനറ്റ്, എമിറിച്ചിലെ അന്ന, വിശുദ്ധ കത്രീന, ഇവർക്കൊക്കെ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. അല്പം ഗവേഷണം നടത്തിയാൽ കൂടുതൽ ആളുകളെ കണ്ടെത്തുകയുമാവാം. താങ്കളുടേതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളവർ ഉണ്ടോ? ഉവ്, പ്രസിദ്ധരും അല്ലാത്തവരുമായ അനേകർക്ക് ഉണ്ടായിട്ടുണ്ട്. പാദ്രെ പിയോ പലപ്പോഴും ശുദ്ധീകരണാത്മാക്കളെ കണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം പ്രതിപാദിക്കുന്ന അനേകം പുസ്തകങ്ങളിൽ നിങ്ങൾക്കിത് കണ്ടെത്താനാവും. ജനോവയിലെ വിശുദ്ധ കാതറിൻ, വിശുദ്ധ ജോൺ ബോസ്കോ, ബെൽജിയത്തിലെ ക്രിസ്റ്റീന, വീണ്ടും വിശുദ്ധ ബ്രിജിറ്റ്, ഇവർക്കൊക്കെ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. അവരെല്ലാം വിശുദ്ധരായിരുന്നല്ലോ. താങ്കൾ വിശുദ്ധരുടെ കൂട്ടായ്മയിലാണല്ലോ. താങ്കളൊരു വിശുദ്ധയാണോ? അല്ലേയല്ല, അതിൽ നിന്നൊക്കെ വിദൂരത്തിലാണു ഞാൻ. ശുദ്ധീകരണ ആത്മാക്കൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മറ്റു വല്ലവരുമായിരുന്നെങ്കിൽ ഇതിനേക്കാൾ നന്നായി കാര്യങ്ങൾ ചെയ്യുമായിരുന്നെന്ന്. എന്റേതുപോലുള്ള അനുഭവങ്ങളോ സ്വകാര്യ വെളിപാടുകളോ കൊണ്ടല്ല വിശുദ്ധരുണ്ടാകുന്നത്. എനിക്കൊരു സ്ത്രീയെ അറിയാം. അവർക്ക് എന്റേതുപോലെ തന്നെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ കുറെ കഴിഞ്ഞപ്പോൾ അഹങ്കാരം കയറിക്കൂടുകയും അവൾ തന്നെ നഷ്ടപ്പെടുകയും ചെയ്യുകയുണ്ടായി. നമുക്കെല്ലാവർക്കും ഭൂമിയിൽ വച്ചു തന്നെ വിശുദ്ധരാകാനുള്ള അവസരമുണ്ട്, അതും സ്വകാര്യ വെളിപാടുകൾ ഇല്ലാതെ തന്നെ. ഈ അനുഭവങ്ങൾ നൽകപ്പെട്ടിട്ടുള്ളതുകൊണ്ട് വിശുദ്ധി കൈവരിക്കാൻ വളരെ വിഷമമാണ്. കാരണം മറ്റുള്ളവരെക്കാൾ വളരെയധികം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഞാൻ എപ്പോഴും വിശുദ്ധിക്കായി പരിശ്രമിക്കുന്നു, പക്ഷേ പലപ്പോഴും പരാജയപ്പെടുന്നു. നേരത്തെ താങ്കൾ പറഞ്ഞു ശുദ്ധീകരണ ആത്മാക്കൾക്ക് വായിക്കുവാൻ കഴിയുമെന്ന്. ഒരു ബൈബിൾ അവർക്ക് വായിക്കാവുന്ന വിധം തുറന്നുവച്ചാൽ അത് ഒരു ഉപവി പ്രവർത്തിക്കുമോ? ഉദാഹരണം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം. അത് നല്ലത് തന്നെ. അവയിൽ നിന്ന് വായന വഴി പുതിയ അറിവുകൾ അവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും. സ്നേഹമുള്ള പ്രസാദഭരിതമായ വിശ്വാസം നിറഞ്ഞ പ്രവൃത്തികൾ ശുദ്ധീകരണ ആത്മാക്കൾക്ക് സഹായകരമായിരിക്കും. ദൈവത്തിന്റെ പ്രകാശം കണ്ടുകഴിഞ്ഞ അവർക്ക് വായന വഴിയുള്ള അറിവുകളുടെ ആവശ്യമുണ്ടോ? എനിക്ക് തോന്നുന്നത് സുവിശേഷം ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ഉള്ളതാണെന്നാണ്. വിവാഹിതരായ പുരുഷന്മാർ വൈദികരാകാൻ ആഗ്രഹിക്കുന്നതിനെക്കുറിച്ച് ശുദ്ധീകരണ ആത്മാക്കൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉവ്, ഭാര്യയ്ക്ക് സമ്മതമാണെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്യാമെന്ന് ശുദ്ധീകരണ ആത്മാക്കൾ പറഞ്ഞിട്ടുണ്ട്. അവൾ സ്വന്തമായൊരു ഭവനത്തിൽ വേറിട്ട് ജീവിക്കാനും തയ്യാറാകണം. ഏതായാലും ആത്മാക്കൾ പറയുന്നു, പട്ടം സ്വീകരിച്ച വൈദികർക്ക് വിവാഹിതരാകാൻ അനുവാദമില്ല. വിവാഹിതരായി വൈദികരായി തുടരാനും പാടില്ല. ഈശോ പറഞ്ഞു, ധനികൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക അസാധ്യമെന്ന്. ശുദ്ധീകരണ ആത്മാക്കളിൽ നിന്ന് ഇതേക്കുറിച്ച് താങ്കൾ എന്താണ് പഠിച്ചത്? ഇതും അയൽക്കാരനോടുള്ള സ്നേഹത്തെ ആശ്രയിച്ചിരിക്കുന്നു. ധനവാന്മാർ ദരിദ്രർക്ക് വേണ്ടി വളരെ കാര്യങ്ങൾ ചെയ്യുമെങ്കിൽ മറ്റുള്ളവരെ പോലെ തന്നെ അവരും വേഗം സ്വർഗ സൗഭാഗ്യത്തിലെത്തും. വളരെയധികം ധനമുള്ളപ്പോൾ അത് സംരക്ഷിക്കാനും നടത്തുവാനും വളരെയധികം ഭാരപ്പെടേണ്ടതുകൊണ്ട് ദൈവത്തിന്റെ ഹിതം നിറവേറ്റുവാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. മിക്കവാറും ധനവാന്മാർ അവരുടെ ആ സ്ഥിതിയെക്കുറിച്ചും സ്ഥാവര ജംഗമ വസ്തുക്കളെക്കുറിച്ചും ആശങ്കാകുലരായതിനാൽ അവർ സഹായിക്കുകയും അവരെ ആശ്രയിക്കുകയും ചെയ്യുന്നവരെക്കുറിച്ച് ചിന്തിക്കാൻ സമയം കണ്ടെത്തുന്നില്ല.
വളരെ കുറച്ച് ധനാഢ്യന്മാരെ ദേവാലയത്തിൽ കാണാനാവൂ. അത് തീർച്ചയാണ്. യേശു ഇത് പറഞ്ഞപ്പോൾ ഈ ഭൂമിയിലും ദൈവരാജ്യം ഉണ്ടാകണമെന്ന് അവിടുന്ന് ആഗ്രഹിച്ചു. കാരണം ഭൂമിയും ദൈവരാജ്യത്തിന്റെ ഭാഗമാണ്. നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ അവിടുത്തെ രാജ്യത്തിലാകാം, ഇവിടെയായിരിക്കുമ്പോൾ നരകത്തിന്റെ ഭാഗമാകാനും കഴിയും. അതുകൊണ്ട് നമ്മെ അവിടുത്തെ ശ്രവിക്കാൻ ക്ഷണിക്കുകയാണ്. സീസറിനെയുമല്ല സാത്താനെയുമല്ല, വളരെ എളുപ്പത്തിൽ നമ്മെ താഴേക്ക് വലിച്ചിഴയ്ക്കുന്ന അനേകം കാര്യങ്ങളിൽ നിന്ന് സ്വതന്ത്രരായിരിക്കണമെന്നും നാം അവിടുത്തോടൊപ്പം സ്വർഗത്തിലായിരിക്കണമെന്നും അവിടുന്ന് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. യേശുവിനോടൊപ്പം കുരിശിൽ തറയ്ക്കപ്പെട്ട 2 പേരിൽ നല്ലയാൾ സ്വർഗത്തിൽ പോകാൻ എന്താണ് ചെയ്തത്? രക്ഷകനായ യേശുവിനെ അപ്പോഴും പരിഹസിച്ചുകൊണ്ടിരുന്ന മറ്റേയാളെ താക്കീത് നൽകിക്കൊണ്ട് നാം ഇതെല്ലാം അർഹിക്കുന്നുവെന്ന് പറഞ്ഞു. യേശു അവരെ അവരുടെ തെറ്റുകളോടെ സ്വീകരിച്ച് ദൈവഹിതത്തോട് അതെ എന്ന് പറയുകയും ചെയ്തു. നല്ല കള്ളൻ യേശുവിന്റെ നിരപരാധിത്വം തിരിച്ചറിയുകയും ചെയ്തു. കഴിഞ്ഞ തലമുറകളിലെ സഭയുടെ പഠനങ്ങളിൽ ഏത് ഗൗരവതരമായ തെറ്റാണ് വളരെയധികം പേരെ സഭ വിടുവാൻ പ്രേരിപ്പിച്ചത്, അല്ലെങ്കിൽ വിശ്വാസരാഹിത്യത്തിലേക്ക് നയിച്ചത്? സഭയുടെ പഠനത്തിലെ കുഴപ്പമല്ല, അധികാരസ്ഥാനത്തിരിക്കുന്നവർ പുതിയ തലമുറയെ യേശു പൂർണ്ണ സ്നേഹമാണ്, പൂർണ്ണ നന്മയാണ്, പൂർണ്ണ യാഥാർത്ഥ്യമാണ് എന്ന് പഠിപ്പിക്കേണ്ടത് അവഗണിച്ചു. അവർ ഭയാജനകമായ പലതും പ്രസംഗിച്ചു, എന്നാൽ സ്നേഹത്തെക്കുറിച്ച് കുറച്ചേ പറഞ്ഞുള്ളൂ. ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും വലിയ മനോഹാരിതയെക്കുറിച്ച് പഠിപ്പിച്ചില്ല. മാതാവിനെയും മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിനെയും അവഗണിച്ചു. ഇതുവഴി നമ്മുടെ വലിയ മധ്യസ്ഥരുടെ സഹായം നഷ്ടപ്പെടുകയും ഇത് വലിയ കുഴപ്പങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. ഞാൻ പറയട്ടെ, ഉപവാസം, പ്രാർത്ഥന, പ്രായശ്ചിത്തം, സ്നേഹം, പരിശുദ്ധ അമ്മ, വിശുദ്ധ മിഖായേൽ ഇവയെ ഒഴിവാക്കുക മൂലം സാത്താന് എല്ലാ മുൻനിരകളിലും സ്ഥാനമുറപ്പിക്കാൻ കഴിഞ്ഞു. മരിച്ചവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുവെന്ന് പറയുന്ന ഏതെങ്കിലും കഥ ബൈബിളിലുണ്ടോ? ഇതേ സംബന്ധിച്ച് ചില കാര്യങ്ങളിലും ബൈബിളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും നന്നായി പൂർണ്ണമായിട്ടുള്ളത് ലാസറിന്റെ കഥയാണ്. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിന്റെ ആവശ്യകതയും അങ്ങനെ ചെയ്യുക വഴി ലഭിക്കുന്ന നന്മയും പ്രതിപാദിക്കുന്ന 100 കണക്കിന് സന്ദർഭങ്ങൾ ബൈബിളിലുണ്ട്. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ യൂദാസ് മക്കബേയോസ് ജെറുസലേമിലേക്ക് പണം ശേഖരിച്ച് മരിച്ചവരുടെ പാപങ്ങൾക്ക് ബലികൾ അർപ്പിക്കുവാനായി അയക്കുന്നുണ്ട്. യേശുവില്ലാതെ നാം നിസ്സാര വസ്തുക്കളാണെന്ന് പല ക്രിസ്ത്യാനികളും പറയുന്നത് കേട്ടിട്ടുണ്ട്. യേശുവിനോട് കൂടുതൽ അടുക്കുമ്പോൾ അവിടുത്തെ പാവകളായി മാറുന്നുവെന്ന് ചിലർ പറയാറുണ്ട്. ഇത്തരം അഭിപ്രായ പ്രകടനങ്ങളോട് താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുക? കൊള്ളാം, ക്രിസ്ത്യാനികൾ ഈ വക കാര്യങ്ങൾ പറയുന്നുണ്ടോ? ആദ്യത്തെ പരാമർശം അതിയായ ആവേശത്തോടെ പറയുന്നുവെന്ന് മാത്രം. ദിനം തോറും യേശുവെന്ന നാമം വിളിച്ചപേക്ഷിക്കാതെ എങ്ങനെ ജീവിക്കുമെന്ന് തിരിച്ചറിയാതെ പറയുന്നു. സത്യം ഇതൊന്നുമല്ല. മനുഷ്യർ ദൈവത്തോട് അടുത്താണെങ്കിലും അല്ലെങ്കിലും നിസ്സാരരാണ്. എന്നാൽ മനുഷ്യരോടുള്ള ദൈവത്തിന്റെ സ്നേഹം ഒരിക്കലും കുറയുന്നുമില്ല, അവസാനിക്കുന്നുമില്ല. അവിടുത്തെ സ്നേഹം അനന്തമായി നിലകൊള്ളുന്നു. ആ സ്നേഹം മാത്രമാണ് ഭൂമിയിലെ ഓരോ മനുഷ്യനെയും നിസ്സാരരല്ലാതാക്കുന്നതും. വിശുദ്ധ പാദ്രി പിയോ പറഞ്ഞു, മനുഷ്യാത്മാവിന് ഈ പ്രപഞ്ചത്തെക്കാൾ വിലയുണ്ടെന്ന്. ക്രിസ്ത്യാനികൾ ദൈവത്തിന്റെ പാവകൾ ആകുന്നുവെന്ന പരാമർശത്തെപ്പറ്റി അത് സത്യത്തിന് തീർത്തും വിരുദ്ധമാണ്. ദൈവത്തോട് അടുക്കും തോറും മനുഷ്യർ സ്വാതന്ത്ര്യം അനുഭവിക്കുകയാണ് ചെയ്യുന്നത്, അടിമകളാവുകയല്ല. പാവ എന്നുവെച്ചാൽ നന്മ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു എന്നുകൂടി അർത്ഥമാക്കുന്നുണ്ട്. നന്മ ചെയ്യാനുള്ള നമ്മുടെ കഴിവ് ദൈവത്തിന്റെ ഏറ്റവും വലിയ ദാനമാണ്. വലിയൊരളവിൽ ഇത് നഷ്ടപ്പെടുന്നത് പിശാചിന്റെ ഇടപെടൽ മൂലമാണ്. ആവാസം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും സാത്താന്റെ കീഴിലാവുക എന്നതാണ്. നിങ്ങൾ പറയുന്ന ഈ ക്രിസ്ത്യാനികൾ ധാരാളം പ്രാർത്ഥിക്കുകയും യഥാർത്ഥ ദൈവിക സ്നേഹം എന്നാൽ എന്തെന്ന് അറിയുകയും വേണം. ശുദ്ധീകരണ ആത്മാക്കൾ സഭ പഠിപ്പിക്കുന്നതിന് പ്രകാരം വചനം നൽകപ്പെടുന്നത് കുറയുന്നതിനെ പറ്റി എന്തെങ്കിലും ചെയ്യുവാൻ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അവർ എന്നോട് ലോകത്തിന്റെ സുവിശേഷവൽക്കരണത്തിനായി സംഭാവനകൾ ആവശ്യപ്പെടാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ സംഭാവനകൾ സ്വീകരിക്കാൻ വിമുഖയാണ്. കാരണം ഇത് ഇടവകയിൽ നേരിട്ട് ചെല്ലേണ്ടതാണ്. ലോകത്തിന്റെ അതിർത്തികൾ വരേക്കും
യേശുവിന്റെ വചനം എത്തേണ്ടത് ആവശ്യമാണ്. അത് ഇവിടെയുള്ളവരെ ഏറെ സഹായിക്കും. മാത്രമല്ല, അവരുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും അതുവഴി അവരുടെ സ്വർഗത്തിലേക്കുള്ള യാത്ര വേഗത്തിലാകുകയും ചെയ്യും. ദാനം നൽകുന്നതിനെപ്പറ്റി വലിയ ഘോഷങ്ങൾ നടത്തിയാൽ അതിന്റെ ഫലം വളരെ കുറയും. വിശ്വാസികൾ പറയുന്നത് അവർക്ക് ആരെയും മാറ്റാനായില്ല, സ്വയം മാറാനേ കഴിയൂ എന്നാണ്. പക്ഷേ താങ്കൾ പറഞ്ഞതിൻ പ്രകാരം ഇത് ഭാഗികമായി മാത്രം ശരിയാണെന്നാണ് തോന്നുന്നത്. താങ്കൾ ഇതേപ്പറ്റി എന്താണ് ചിന്തിക്കുന്നത്? തീർച്ചയായും നമ്മുടെ ആഗ്രഹം ദൈവത്തോട് ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ അടുത്തു വരണം എന്നതായിരിക്കണമെന്ന് സത്യമായും ദൈവം ആഗ്രഹിക്കുന്നു. ഇതിൽ ദൈവത്തിന്റെ നീതി സ്പഷ്ടമായും കാണുന്നുണ്ട്. ഭൂമിയിലെ ഓരോ മനുഷ്യനും സ്വയം നന്നാകാൻ അവസരമുണ്ട്. എന്നാൽ ദൈവം നൽകിയിരിക്കുന്ന നന്മകൾ അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. അവിടുന്ന് നമുക്ക് ചുറ്റും ശക്തരായ മധ്യസ്ഥരെ, പരിശുദ്ധ അമ്മ, മാലാഖമാർ, വിശുദ്ധർ, ശുദ്ധീകരണാത്മാക്കൾ ഇവരെ നൽകിയിരിക്കുന്നു. ഇതെല്ലാം പരിഗണിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ സാഹചര്യങ്ങളിൽ മാറ്റം വരുത്തുവാൻ കഴിയും. അതിൻ ഫലമായി അവർ ഇപ്പോൾ ആയിരിക്കുന്നതിൽ നിന്നും തീർച്ചയായും മാറും. ഇത് നമ്മുടെ ഉത്തരവാദിത്വത്തിൽ പെടുന്നു. പ്രത്യേകിച്ച് ദൈവം സ്നേഹിക്കുവാനും മധ്യസ്ഥരെ നമ്മോട് ശത്രുത കാണിക്കുന്നവർക്കെതിരായി അണിനിരത്താനും ആവശ്യപ്പെടുമ്പോൾ സഹജീവികളോടുള്ള നമ്മുടെ സ്നേഹം പ്രകടമാക്കപ്പെടുന്നു. നമുക്ക് നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കാൻ ഒരു വ്യത്യസ്ത രീതി അവലംബിക്കാൻ സാധിക്കും. നമ്മുടെ സ്വന്തം പാപകരമായ അവസ്ഥ അവരിലും തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവരാജ്യത്തിലുള്ളവരോട് അവരെ രക്ഷിക്കാനായി കടന്നുവരാൻ പ്രാർത്ഥിക്കാം. വിശ്വാസം കുറച്ചെങ്കിലും ഉണ്ടായിരിക്കുക. ദൈവത്തിന്റെ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സുഹൃത്തുക്കളെ വിളിക്കുക. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, സ്നേഹരാഹിത്യം അനുഭവിക്കുന്ന അനേകർക്ക് മാറ്റം വരും. ശുദ്ധീകരണ ആത്മാക്കൾ ആവലാതിപ്പെടുന്ന പല കാര്യങ്ങളും വത്തിക്കാൻ കൗൺസിൽ 2 നിന്ന് വന്ന കാര്യങ്ങളാണ്. വത്തിക്കാൻ കൗൺസിൽ 2 പറ്റി താങ്കൾ എന്തു കരുതുന്നു? നവീനമെന്ന് പറയുന്ന പലതും സഭയിൽ വന്നത് വത്തിക്കാൻ കൗൺസിൽ 2 ശേഷമാണെന്ന് പറയാം. എന്നാൽ ഇതിന് കൗൺസിലിന്റെ സാരവുമായി ഒരു ബന്ധവുമില്ല. കൗൺസിലിന്റെ അന്തസത്ത വളരെ നല്ലതായിരുന്നു. പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി അവിടെ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ഉദാഹരണത്തിന്, നാം ദൈവത്തെ മറ്റു സഭാവിഭാഗങ്ങളിലും കൂടുതലായി തിരിച്ചറിയാൻ തുടങ്ങി. സഭ ഐക്യ സ്നേഹം കൂടുതൽ ശക്തമാവുകയും ചെയ്തു. എന്തായാലും എല്ലാ വിശുദ്ധ സ്ഥലങ്ങളിലും സംഭവങ്ങളിലും സംഭവിക്കുന്നത് പോലെ സാത്താൻ ഭിത്തിക്ക് പുറത്ത് ആക്രമിക്കാനും വിഭജിക്കാനും പ്രശ്നങ്ങളുണ്ടാക്കാനും അങ്ങനെ ബാഹ്യമായ തലങ്ങളിൽ നിൽക്കുന്നവരിലൂടെ ആന്തരിക ഘടനയെ ദുർബലപ്പെടുത്താനും ശ്രമിച്ചു. കൃത്യമായി പറഞ്ഞാൽ കത്തോലിക്കരെക്കാൾ സുസംഘടിതരും സ്ഥിരോത്സാഹികളുമാണ് സാത്താന്റെ ആൾക്കാർ. വിശ്വാസയോഗ്യമായ 3 ഉറവിടങ്ങളിൽ നിന്നും ലഭിച്ച വാർത്തയനുസരിച്ച് 1925 ഫ്രീ മേസൺസ് കൈകളിൽ ദിവ്യകാരുണ്യം നൽകാനുള്ള പദ്ധതിക്ക് ശ്രമം ആരംഭിച്ചു. സമയമെടുത്തുവെങ്കിലും അവർ അതിൽ വിജയിച്ചു. നവീനവൽക്കരണം നടത്തപ്പെടുന്നുവെന്ന് ജനം തെറ്റിദ്ധരിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ കൗൺസിൽ വഴി ദൈവം നൽകിയ ദാനങ്ങളല്ലായിരുന്നു. ഇത് അല്ലായിരുന്നുവെന്ന് ഞാൻ ഉറപ്പു പറയുന്നു. വത്തിക്കാനകത്തുള്ള ഫ്രീമേസൺസ് അവയെല്ലാം സഭയ്ക്ക് മേലുള്ള സാത്താന്റെ പിടി ശക്തിപ്പെടുത്താനായി മുൻകൂട്ടി ആവിഷ്കരിച്ചതാണ്. കൈകളിൽ ദിവ്യകാരുണ്യം നൽകാനുള്ള വിഷയം വോട്ടിനിട്ടപ്പോൾ വലിയൊരു വിഭാഗം അതിനെതിരെ വോട്ട് ചെയ്തു. വത്തിക്കാൻ 2 പ്രമാണരേഖയിൽ ഒരിടത്തും ഒരിക്കൽ പോലും കൈകളിൽ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന കാര്യം പറഞ്ഞിട്ടില്ല. പാപ്പ പോൾ 6 പറയുകയുണ്ടായി, വത്തിക്കാൻ കൗൺസിൽ 2 ശേഷം സാത്താന്റെ പുക ദൈവാലയത്തിൽ തുളച്ചു കയറുകയും കൗൺസിലിന്റെ ഫലങ്ങളെ ശ്വാസം മുട്ടിക്കുകയും ചെയ്തുവെന്ന് അദ്ദേഹം പറഞ്ഞത്രേ. ശരിയായിരുന്നു. ആദ്യകാലങ്ങളിൽ അത് വളരെ നന്നായിരുന്നു. വീണ്ടും പരിശുദ്ധ അമ്മയില്ലാതെ ഒരു നവീകരണവും സാധ്യമല്ല. ഈ പ്രസ്ഥാനത്തിൽ ഇപ്പോൾ വിഭാഗീയത കടന്നുകൂടിയിരിക്കുന്നു. ഒന്നിച്ചു പോകണമെങ്കിൽ എല്ലാ നേതാക്കളും അവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലേക്കും പരിശുദ്ധ അമ്മയെ വിളിക്കേണ്ടിയിരിക്കുന്നു. സെഹിയോൻ മാളികയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ പരിശുദ്ധ അമ്മ അവിടെയുണ്ടായിരുന്നുവെന്ന് മറക്കരുത്. നവീകരണത്തിലെ നവീകരണം അത് ഛിന്നഭിന്നമാക്കുവാൻ സാത്താനെ വളരെയേറെ ഫലപ്രദമായി സഹായിച്ചു. കൗൺസിലിന്റെ ചരിത്രം നോക്കുമ്പോൾ എല്ലാ കൗൺസിലിന് ശേഷവും ചിന്താക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമാക്കുന്നു. ഇതാകട്ടെ ഏറ്റവും അധികം കുഴപ്പങ്ങളുണ്ടായ കൗൺസിലായിരുന്നു, അല്ലേ? എത്രയും വേഗം ഇക്കാര്യങ്ങളെല്ലാം ഒരു തീരുമാനത്തിലാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും. ഏറ്റവും വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന നവീകരണത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ താങ്കൾക്കും ഇതിൽ ഉൾപ്പെട്ടവരോട് എന്തെങ്കിലും ഉപദേശം പറയാനുണ്ടോ?
അവർ വളരെ കുറച്ച് സംസാരിക്കുകയും വിനയാന്വിതരും പ്രാർത്ഥനാനിരതരും ആയിരിക്കുകയും വേണം. വൈകാരികതയും വിശ്വാസവും തമ്മിൽ ചേരുകയില്ല. ശുദ്ധീകരണ ആത്മാക്കളോട് താങ്കളോ മറ്റാരെങ്കിലുമോ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുമ്പോൾ അത് അംഗീകൃത ദൈവശാസ്ത്രത്തിനും അപ്പുറമാണെങ്കിൽ അവർ അതേപറ്റി പ്രതികരിക്കുമോ? ഇക്കാര്യത്തിൽ ബഹുമാന്യരായ ദൈവശാസ്ത്രജ്ഞരുടെ മറുപടി അവർ ഇതിന് പ്രതികരിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരിക്കൽ ആരോ ചോദിച്ചു, ഭ്രൂണഹത്യയിലൂടെ വധിക്കപ്പെട്ട ശിശുക്കൾ അല്ലെങ്കിൽ ചാപിള്ളകളായി ജനിച്ച ശിശുക്കൾ, വളരെ ചെറുപ്പത്തിൽ മൃതിയടയുന്ന കുട്ടികൾ, ഇവരുടെ ആത്മാക്കൾ പ്രാർത്ഥനയുടെ അഭാവത്തിൽ ലിംബോയിലേക്കോ ശുദ്ധീകരണ സ്ഥലത്തേക്കോ സ്വർഗത്തിലേക്കോ ആണോ പോവുക? ഇതിന് ഒരാത്മാവ് ഉത്തരം നൽകി, ശിശുക്കൾക്കിടയിലും മുതിർന്നവരുണ്ട്. ഇത്തരം മറുപടി ഏതു സാഹചര്യത്തിൽ എങ്ങനെ വരുന്നുവെന്ന് എനിക്കറിയില്ല എന്ന് ഞാൻ സമ്മതിക്കുന്നു. വൈദികരും അൽമായരും ഇടയ്ക്കിടയ്ക്ക് ലിംബോയിലുള്ളവർക്കും ബലിയർപ്പണം നടത്തണമെന്നും പ്രാർത്ഥിക്കണമെന്നും ആണോ ഇതിനർത്ഥം? അതെ, നാം അങ്ങനെ ചെയ്യണം. എന്നാൽ നമ്മുടെ ഭാഗത്തു നിന്നും വളരെ ചെറിയ പരിശ്രമമേ അവരെ സ്വർഗത്തിലെത്തിക്കാൻ ആവശ്യമായിട്ടുള്ളൂ. ഒരൊറ്റ ബലി മതിയാവും വളരെ വലിയൊരു കൂട്ടം ആത്മാക്കൾക്ക് ഏറ്റവും നല്ല ഇടത്തെത്താൻ.